പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാതമുണ്ട്. ഇന്ന് സുവിശേഷം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈശോയ്ക്ക് ഒരു കുടുംബത്തോടുള്ള സ്നേഹം. മർത്തായുടെയും മറിയത്തിൻ്റെയും കുടുംബം ആണ് അത്. അവര് ഈശോയെ അനുഗമിക്കുന്നവരാണ്. ലാസറിന്റെ മരണശേഷം 3-4 ദിവസം കഴിയുമ്പോൾ ആ ഭവനത്തിലേക്ക് ഈശോ ചെല്ലുകയാണ്. തൻ്റെ ഗ്രാമത്തിലേക്ക് ഈശോ പ്രവേശിച്ചു എന്ന് കേട്ടപ്പോൾ മർത്ത ഇറങ്ങി ഓടി ചെന്ന് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. എന്താണ് മറിയം വീട്ടിൽ തന്നെ ഇരിക്കാൻ കാരണം? അവൾ കഴിഞ്ഞ പ്രാവശ്യം യേശു വന്നപ്പോൾ അവൻ്റെ പാദാന്തികത്തിലിരുന്ന് വചനം കേട്ടവളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായി ജീവൻ ദൈവത്തിൽ നിന്നാണെന്നും അതെപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് എടുക്കാൻ അവകാശമുണ്ടെന്നും ഉള്ള കാര്യം. അതുകൊണ്ട് അവൾക്ക് പരാതിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാം. എന്നാൽ ഈശോ അവളെ വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൾ ഓടിച്ചെന്ന് മർത്ത പറഞ്ഞ അതേ വാക്ക് തന്നെ പറഞ്ഞു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരെയും ഈശോ വിളിച്ചതാണ്. വിളി കേട്ടവരായ നമുക്ക് അവൻ്റെ അടുക്കലേക്ക് ഓടിയെത്താം. എന്നിട്ട് ഒരു കാര്യം വിശ്വസിക്കാം, ദൈവത്തിന് നമ്മുടെ മേലൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് അവൻ്റെ പദ്ധതി നടക്കട്ടെ. അതിനായി നമുക്ക് നമ്മെ അവൻ്റെ പക്കൽ സമർപ്പിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലി നമുക്കുണ്ടാകാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.